ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രോഷേ ഡ്രീംസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഈ ക്രോഷേ ബുക്ക് മാർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇത് ഭയങ്കര ഈസിയാണ്. സിംഗിൾ ക്രോഷേ മാത്രം യൂസ് ചെയ്താണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇത് ബിഗിനേഴ്സിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ്. കോട്ടൺ യാൺ വെച്ചാണ് ഇതിൽ ചെയ്തേക്കുന്നത്. തിൻ യാണാണ്, എന്നും എടുക്കുന്ന ആ ഒരു ടൈപ്പ് അല്ല. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് നോക്കിയേക്കുക. സോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, അതിൻ്റെ ആ സ്റ്റിച്ച് വരുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടാലോ. ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എക്സ് പോലെ പിടിച്ചിട്ട് ക്രോഷേ ഹുക്ക് വെച്ച് വലിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 8 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 ആൻഡ് 8. അപ്പം നമ്മൾ 8 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനിയും ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച് തൊട്ടാണ് ചെയ്യേണ്ടത്. സോ ഇത് കൂട്ടത്തില്ല, ഇത് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് സെക്കൻഡിൽ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എല്ലാത്തിൽ കൂടെയും നമ്മൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സിംഗിൾ ക്രോഷേ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് ആ ചെയിനിൽ കൂടെ കയറ്റി യാണിനെ വലിച്ചെടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ബാക്കി 2 ലൂപ്പിൽ കൂടെയും ഇങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത ലൂപ്പിൽ കൂടെ അടുത്ത സിംഗിൾ ക്രോഷേ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് 1 ചെയ്തു. ഇനി അടുത്ത ലൂപ്പിൽ കൂടെ തേർഡ് സിംഗിൾ ക്രോഷേ. ഓക്കെ, അങ്ങനെ 3 സിംഗിൾ ക്രോഷേ 3 ലൂപ്പിൽ കൂടെ ചെയ്തു. ഇനി ഇതിനകത്തൂടെ അടുത്ത ലൂപ്പിൽ കൂടെ നമ്മൾ അതിൽ തന്നെ 3 സിംഗിൾ ക്രോഷേ ആ ലൂപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. 1 ആ സെയിമിൽ കൂടെ തന്നെ 2 3. അപ്പോൾ 3 സിംഗിൾ ക്രോഷേ ആ സെയിം ലൂപ്പിൽ കൂടെ തന്നെ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് 3 ചെയിനിൽ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ചെയിനിൽ ചെയ്യുവാണ്, സെക്കൻഡ് സിംഗിൾ ക്രോഷേ. ഇനി തേർഡ് ചെയിനിൽ അടുത്ത സിംഗിൾ ക്രോഷേ. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? കണ്ടോ? ഇനി നമ്മൾ ഒരു ചെയിൻ 1 ചെയ്തിട്ട് ചെയിൻ 1, എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യുക. ഇനി ഇതിൻ്റെ ആദ്യത്തെ സിംഗിൾ ക്രോഷേ, ഇത് നമ്മൾ ഇപ്പോൾ ചെയ്ത ചെയിനാണ്, ഇത് ആദ്യത്തെ സിംഗിൾ ക്രോഷേ ആണ്. അത് സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ സിംഗിൾ ക്രോഷേയുടെ ബാക്കിലോട്ടാണ് നമ്മൾ 2 എണ്ണത്തിലും ചെയ്യേണ്ട, ഈ ബാക്കിലോട്ടാണ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. അത് ഈ സെയിം സ്റ്റെപ്പ് പോലെ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ 3 എണ്ണത്തെ സിംഗിൾ ക്രോഷേ ചെയ്യും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ അടുത്ത 4ാമത്തെ ഇതിൽ 3 സിംഗിൾ ക്രോഷേ, പിന്നെ അടുത്ത 3 എണ്ണത്തിൽ സിംഗിൾ ക്രോഷേ സിംഗിളായിട്ട് ചെയ്യും. ഓക്കെ, 1 2 3. ഇനിയും അടുത്തതിലാണ് നമ്മൾ 3 എണ്ണം ചെയ്യാൻ പോകുന്നത്. 1 2 ആൻഡ് 3. ഇനി അടുത്ത 3-ൽ നമ്മൾ
ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്ത് കൊടുക്കുവാണ്. സോ അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത ചെയിനിലല്ല നേരത്തെ ചെയ്ത സിംഗിൾ ക്രോഷേയിൽ സെക്കൻഡ് ചെയ്തു. ആൻഡ് തേർഡ് വണ്ണിൽ അടുത്തത് ചെയ്തു. ആൻഡ് ഇവിടെ ഒന്നുകൂടെ ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നില്ല. ആദ്യത്തേത് നമ്മൾ സ്കിപ്പ് ചെയ്തു, അവസാനത്തേത് സ്കിപ്പ് ചെയ്തു. ഇനിയും ചെയിൻ 1 ചെയ്യുക, ഇതിനെ തിരിക്കുക. ഇനിയും ഈ സെയിം ആണ്, ഈ സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ചെയിൻ കൂട്ടത്തില്ല, ആദ്യത്തെ സിംഗിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തേൻ്റെ ബാക്കിൽ കൂടെ സിംഗിൾ ക്രോഷേ ചെയ്യുവാണ്. ഒന്ന്, ഇനി അടുത്ത ലൂപ്പിൽ കൂടെ ഇനി അടുത്തതിൽ 3 സിംഗിൾ ക്രോഷേ ചെയ്യണം. ഇത് ഫുൾ റെപ്പിറ്റേഷനാണ്, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസിയും സ്പീഡായിട്ടും ചെയ്യാവേ. ഇത് സെക്കൻഡ് വണ്ണാണ്. ഇനിയും തേർഡ് വൺ. ഓക്കെ, ഇനിയും അടുത്ത 3 എണ്ണത്തിൽ ഓരോന്ന് വെച്ച് ചെയ്താൽ മതി. ഇനി അവസാനത്തെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഒരു ചെയിൻ 1 ചെയ്തിട്ട് ഇതിനെ തിരിക്കുന്നു. കണ്ടോ, ഇപ്പോൾ തന്നെ അത് അങ്ങനെ ആയി വരുന്നുണ്ട്. ഇനി ഞാൻ ഒരു ലെയർ കൂടെ ചെയ്യാം, എന്നിട്ട് പിന്നെ ഞാൻ സ്പീഡപ്പ് ആക്കാം, ഓടിച്ചു വിടാം, എന്നിട്ട് ലാസ്റ്റിൽ കാണിക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഡിസൈഡ് ലെങ്ത് വരുന്നത് അത് വരെയോളം ഇത് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഒന്നുകൂടെ പറയാം, ഈ ചെയിൻ നമ്മൾ കൂട്ടുന്നില്ല. ആദ്യത്തെ സിംഗിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ സിംഗിൾ ക്രോഷയുടെ ബാക്കിൽ കൂടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ചെയ്തു, സെക്കൻഡ് വൺ, തേർഡ് വൺ. ഇനിയും ഫോർത്തിൽ നമ്മൾ 3 എണ്ണം ആ സെയിമിൽ തന്നെ ചെയ്യണം. 1, 2 and 3. ഇനി അടുത്ത 3 എണ്ണത്തിലും സെപ്പറേറ്റ് ആയിട്ട് 3 എണ്ണം ചെയ്യണം. 1, ഇനി അടുത്ത ലൂപ്പിൽ 2, അടുത്ത ലൂപ്പിൽ തേർഡ് സിംഗിൾ ക്രോഷേ. എന്നിട്ട് അടുത്തത് ഒന്നുകൂടെ ഉണ്ട്, അത് നമ്മൾ സ്കിപ്പ് ചെയ്യുക. ആൻഡ് ചെയിൻ 1 ചെയ്യുക, ടേൺ ചെയ്യുക. ഇങ്ങനെ ഒരു എത്ര ലെയറാണോ ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തേക്കുന്ന 10 ലെയർ, 1 2 3 4 5 6 7 8 9 10 ആണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അത്രയും ചെയ്യുക. അപ്പം ഞാൻ ഇത് ഡിസൈഡ് ലെങ്ത് കിട്ടുന്നിടം വരെ ചെയ്തിട്ട് വരാം. ഇവിടെ ഞാനിപ്പം 9 ലെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും 10th കൂടെ ഞാൻ ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തു, സ്ലോയിലായിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടി. ലാസ്റ്റിൽ നമ്മൾ ചെയിൻ 1 ചെയ്യുക ആൻഡ് അതിനെ തിരിക്കുക. എന്നിട്ട് ഇത് ആദ്യത്തെ ഇപ്പം നമ്മൾ ചെയ്ത ചെയിനാണ് ഇത്. അത് കഴിഞ്ഞ് ആദ്യത്തെ സിംഗിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സിംഗിൾ ക്രോഷയുടെ ബാക്കിലത്തെ ലൂപ്പിൽ കൂടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ലൂപ്പിൽ കൂടെ അടുത്ത സിംഗിൾ ക്രോഷേ ചെയ്യുക. അടുത്ത ലൂപ്പിൽ കൂടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇനിയും നാലാമത്തെ ലൂപ്പിൽ കൂടെ 3 സിംഗിൾ ക്രോഷേ തന്നെ അതിൽ ചെയ്യണം. 1,
2 and 3. ഓക്കെ, ഇനിയും അടുത്ത 3 ചെയിനിൽ കൂടെ സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഇത് അടുത്ത ചെയിനിലല്ല, സിംഗിൾ ക്രോഷ്യയിൽ 1, ഇനി അടുത്തതിൽ 2 ആൻഡ് ദെൻ ലാസ്റ്റ് 1 ആണ്, അതിൽ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇനിയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ കൂടെ ചെയ്യുക, എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം. ഇത്രയും ലെങ്ത് ഇട്ടാൽ മതി. ഞാനൊരു ഇത്രയും ലെങ്ത് ഇട്ടിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഹുക്കിനെ ഇങ്ങനെ അങ്ങ് ഊരിയെടുക്കാം. എന്നിട്ട് ഇതിനെ ഇവിടെ പിടിച്ചങ്ങ് ടൈറ്റ് ആക്കാം. ഓക്കെ, ഇനി ഈ 2 എൻഡും നമുക്ക് ഇതിനകത്തോട്ട് തയ്ച്ചു വെക്കാം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചായിരുന്നു, ഇതിലും കാണിക്കാം. ഓക്കെ, ഇത് നമുക്ക് തയ്ക്കാം. അത് തയ്ക്കുന്നതിന് വേണ്ടി നിങ്ങളിത് സൂക്ഷിച്ച് ഈ അകത്തെ സ്റ്റിച്ചിൽ കൂടെ മാത്രം അപ്പുറത്ത് വരാത്ത പോലെ ഇങ്ങനെ ഓരോ സ്റ്റിച്ചിൽ കൂടെ കയറ്റി വിടുക. സോറി ഓൾ, ഈ പോർഷൻ വന്നപ്പോൾ ഞാൻ ക്യാമറയെ നോക്കിയില്ല, അതാണ് കറക്റ്റായിട്ട് അത് കിട്ടാഞ്ഞത്. ഞാൻ ആ ക്രോഷ്യയിൽ മാത്രം നോക്കി ചെയ്തതാണ്. നിങ്ങൾക്ക് അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് സൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ക്ലിയർ ആകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഒത്തിരി വലിക്കരുത്, പതിയെ ഏത് അറ്റമാണോ അതൊന്നെ ഒന്ന് വലിക്കുക. എന്നിട്ട് ഒത്തിരി വലിഞ്ഞു പോയെങ്കിൽ ഇങ്ങനൊന്ന് വലിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഒന്നുകൂടെ ഇതിൽ കൂടെ തിരിച്ചു കയറ്റി വിടാം, ഒന്ന് സെക്വയറായിട്ടിരിക്കാനായിട്ട്. എന്നിട്ട് പിന്നെ പതിയെ വലിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ എൻഡിനെ കട്ട് ചെയ്ത് കളയാം. നല്ല അറ്റത്ത് തന്നെ കട്ട് ചെയ്യാവേ. ഓക്കെ, അതുപോലെ തന്നെ ഈ സൈഡ് ചെയ്യണം. ആ സൈഡിലും ചെയ്യാൻ വേണ്ടിയിട്ട് പതിയെ ഓരോന്നിൽ കൂടെയും ഇങ്ങനെ കയറ്റുക. ആൻഡ് ദെൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ച് വിടുക. സെയിം ആയി പോകരുത്, അപ്പോൾ അതിങ്ങനെ ഊരിപ്പോരും. അല്ലാതാണോ എന്ന് നോക്കി ഒന്ന് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അറ്റം നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ചെയിൻ ചെയ്യണം. ഇതിൻ്റെ ഇവിടെ നിന്ന് പോലെ അതിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയാണ് ചെയ്യേണ്ടത്. ഇതിന് ഒരു 8 ചെയിൻ എന്തോ ചെയ്തിട്ടുള്ളൂ. സോ ഇതിന് നമുക്ക് നോക്കാം എത്ര ചെയ്യണമെന്ന്. രണ്ടും സെയിം ലെങ്ത്താണ്, ഞാൻ പിന്നെ നമുക്ക് എത്രയാണ് അപ്പോഴത്തെ പോലെ അങ്ങ് ചെയ്യാം. ഓക്കെ, സ്ലിപ്പ് നോട്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ്, ഓക്കെ, ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ടോപ്പ് പോർഷൻ, ഇത് ബോട്ടം സൈഡാണ്. ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ച്, എന്നിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ
ഇറക്കുക. ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, അവിടെ അത് സെക്യൂറായി. കണ്ടോ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ സ്ലിപ്പ് നോട്ടാണ്. ഓക്കെ, നമ്മുടെ സ്ലിപ്പ് നോട്ടാണ്. അങ്ങനെ ഇങ്ങനെ ഈ നൂലിനെ ഇതുവഴി ഇട്ടിട്ട് ഇതിൻ്റെ ഇതിൽ കൂടെ കയറ്റി ഈ യാണിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. അങ്ങനെ ഒന്നുകൂടെ എടുത്താൽ അത് സിംഗിൾ ക്രോഷ്യ ആകും. അതല്ല നമുക്ക് ചെയ്യേണ്ടി, നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ആ നൂലിനെ ഈ ഹുക്കിലുള്ളതിൽ കൂടെ തന്നെ ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യുക അവിടെ. ഇനി നമുക്ക് കുറച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെയാണ്. സോ 1 2 3 4 5 6 7 8. സോ ഞാനിവിടെ 8 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ അത് 15 16 ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനത് 8 ചെയ്യുന്നുള്ളൂ. ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നിങ്ങളിത് ഇച്ചിരൊരു ലെങ്ത് ഇടണം. ഞാനൊരു ഇത്രയും ലെങ്ത് ഇട്ടു. ദെൻ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങ് വലിച്ചെടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ എൻഡിനെ നമുക്ക് ഇവിടെ നീഡിലിൽ കയറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലത്തെ ടസലാണ് ചെയ്യാൻ പോകുന്നത്. സോ ടസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെയാണിത്. എൻ്റെ ഈ 3 ഫിംഗർ അല്ല 4 ഫിംഗറെ നമുക്ക് എടുക്കാവേ. 4 ഫിംഗറെ കൂടി ഇങ്ങനെ റാപ്പ് ചെയ്ത് നമുക്കൊരു 10 റൗണ്ട് എടുക്കാം. സോ 1 2 3 4 5 6 7 8 9 and 10. എന്നിട്ട് അതിനെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഓക്കെ, അത് തെറ്റിപ്പോകാതെ കറക്റ്റ് ആ സെൻറ്റർ പോർഷനിൽ തന്നെ ഇങ്ങനെ പിടിക്കുക. സോ നമുക്കിവിടെ ടസൽ സെറ്റ് ചെയ്യാം. അതിന് ഈ നീഡിൽ നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഈ ലോങ് ലെങ്ത്തിൽ കൂടെ. അപ്പം ആ ടസലിൻ്റെ മിഡ് പോർഷനിൽ കൂടെ ഇങ്ങനെ കയറ്റിയിട്ട് ഇതിലെ ലാസ്റ്റ് ചെയിനിൽ കൂടെ നമുക്ക് കയറ്റി ടൈറ്റ് ചെയ്യണമേ. ആ മിഡിലാന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ആൻഡ് ടൈറ്റ്. അങ്ങനെ നമുക്കൊരു 3 തവണ ചെയ്യാം, കാരണം അതൊന്ന് സെക്യൂറായിട്ടിരിക്കാൻ. അപ്പം ഇത് രണ്ടാമത്തെ തവണയാണ്. എന്നിട്ട് ആ സെയിം ലാസ്റ്റ് ചെയിനിൻ്റെ അകത്തൂടെ തന്നെ നമ്മൾ ഒന്നുകൂടെ ചെയ്തു. ഇനിയും ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ചെയ്യാവേ. ഓക്കെ, ഡൺ. ഇനി നമുക്ക് ഈ ടസൽസ് ടൈ ചെയ്യാം. അതിന് ഇതിനെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നമുക്കിതിൻ്റെ ഒന്ന് ചുറ്റാം. സോ ഇതിൻ്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യുക. ഞാനപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട്. സോ ഇവിടെ നിന്നിങ്ങനെ ചുറ്റാൻ പോവാം. One, 2, നല്ലതായിട്ട് ടൈറ്റ് ആക്കിയിട്ട് 3 and 4. ഇനി നമുക്ക് ഈ ഇതിൽ കൂടെ തന്നെ ഇങ്ങനെ ടൈറ്റ് ആക്കിയപ്പോൾ ഇച്ചിരി പാടാണ്, എന്നാലും പുഷ് ചെയ്തിട്ട് നമ്മുടെ നീഡിലിനെ കയറ്റുക. അതിൽ കൂടെ
ഒരു നോട്ട് കിട്ടുന്ന പോലെ. പക്ഷേ മറ്റേ എൻഡിനെയും കൂടി ഇങ്ങനെ വലിച്ചെടുത്തിട്ടാണ് അത് ടൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ നോട്ട് അതിൻ്റെ ബാക്കിൽ വരുന്ന പോലെ ആക്കുക. നിങ്ങൾക്ക് ഏത് സൈഡാണോ വേണ്ടിയത് അതിൻ്റെ ബാക്കിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, ഡൺ. എന്നിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്യാൻ അറ്റം ചേർത്ത്, പിന്നെ ഇവിടെ ഒരു എൻഡ് കൂടെ ഉണ്ടല്ലോ, അതിനെയും കൂടെ അറ്റം ചേർത്തങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ടസൽസിൻ്റെ നടുക്ക് കൂടെ അങ്ങ് കറക്റ്റ് സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്യണം. എൻ്റെ സെൻറ്റർ ഇതാണ്, ഞാൻ കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ട്. ഇനിയും ഇതിൽ ഒത്തിരി ലെങ്ത് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്നതിന് കറക്റ്റ് ഒരു ലെങ്തായിട്ട് തന്നെ മുറിച്ചങ്ങ് ലെവൽ ചെയ്യുക. എൻ്റെ കത്രികയുടെ മൂർച്ച കാരണം അത് കറക്റ്റായിട്ട് കട്ടാകുന്നില്ല. ഓക്കെ, ഇതാണ് എൻ്റെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് ഇന്നലെ ഉണ്ടാക്കിയത്, ഇത് ഇന്നുണ്ടാക്കിയത്. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ക്രോഷേ ബുക്ക് മാർക്ക്. ഭയങ്കര ഈസി അല്ലായിരുന്നോ? ചെയ്ത് നോക്കിയവർക്ക് എല്ലാം അറിയാൻ നല്ല ഈസിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കൊമൻസിൽ എന്താണെങ്കിലും രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഏതാ നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതും ചെയ്യാവുന്നതാണ്. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് പ്ലീസ്. താങ്ക് യു, ബൈ.